അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസം വരുന്ന കാര്യങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. നമ്മളോടുള്ള സ്നേഹമാണ് ആ പറയുന്നത്. ഉമ്മത്തിനോട് ഇത്രയധികം സ്നേഹമുള്ളൊരു നേതാവിനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വേറെ കാണാൻ കഴിയില്ല. ഉമ്മത്തിന് വല്ല പ്രയാസം വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസഹനീയമാണ്. അതുകൊണ്ടല്ലേ ഹദീസുകളെ കൂട്ടത്തിൽ ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് പ്രയാസം വരുമെന്നൊരു പേടി എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ അത് കൽപ്പിക്കുമായിരുന്നു, ഇത് കൽപ്പിക്കുമായിരുന്നു. കുറെ കാര്യം നിർബന്ധത്തിൽ നിന്ന് തങ്ങളങ്ങ് മാറ്റി നിർത്തിയത് നമ്മൾ പ്രയാസപ്പെടുന്നവരാകരുത് എന്ന് ചിന്തിച്ചിട്ടാണ്. വിശുദ്ധ റമളാനിലെ തറാവീഹ് നിസ്കാരം പോലും ആ നിലക്കല്ലേ തങ്ങൾ സ്വകാര്യമാക്കി വെച്ചത്. 3 ദിവസം പള്ളിയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. പിന്നെ തിരിച്ചു വന്ന് നിസ്കാരം തന്നെ നിസ്കാരം. 1-ാമത്തെ ദിവസം സ്വഹാബത്ത് കുറച്ചാളുകൾ അത് കണ്ട് നിസ്കരിച്ചു. 2-ാമത്തെ ദിവസം കുറച്ചുകൂടി ആളുകൾ കൂടി. 3-ന്റെ അന്നോ 4-ന്റെ അന്നോ ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറിയ തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിന്റെ ഉള്ളിൽ നിന്നു. പാതിരാത്രി വരെ സ്വഹാബത്ത് പള്ളിയിൽ ഒരുമിച്ചുകൂടി. ഇപ്പോൾ വരും, ഇപ്പോൾ വരുമെന്നവർ പറയുന്നു. പലരും കൂറ്റനക്കുന്നു തങ്ങൾ പുറത്തു വരാൻ വേണ്ടി. ചെറിയ ശബ്ദത്തോടെ അവർ കൂറ്റനക്കുന്നു, തൊണ്ടേനയ്ക്ക് ശബ്ദമുണ്ടാക്കുന്നു. ആരും പുറത്തുനിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ഉള്ളിലേക്ക് വിളിക്കൂല, അതൊരു ബഹുമാനക്കേടാണ്. എന്നാലും തങ്ങൾ വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. സുബ്ഹി നിസ്കാരത്തിന് വന്നപ്പോൾ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആവേശം ഞാൻ കണ്ടിട്ടുണ്ട്, ആളുകൾ തടിച്ചു കൂടിയതും മനസ്സിലായിട്ടുണ്ട്. ഖശീതു അൻ തുഫ്റള അലൈക്കും, നിങ്ങളെ ആവേശം കൊണ്ട് ഈ നിസ്കാരം ഫർളാക്കപ്പെടുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. ഫർളാക്കിയാൽ നിങ്ങൾക്കൊന്നും വരാനില്ല, പക്ഷേ നിങ്ങളെ ശേഷവും എന്റെ ഉമ്മത്തിൽ ഒരുപാട് ആളുകൾ വരാനുണ്ട്. അവർക്കിത് സഹിക്കാൻ പറ്റിയില്ലെങ്കിലോ, അവർക്കിത് കൊണ്ട് നടക്കാൻ പറ്റിയില്ലെങ്കിലോ തങ്ങളത് ലഘൂകരിച്ചു പോയി.